എം.ജെ. അങ്കിളിന് മഴ അത്ര ഇഷ്ടമാണോ? കാരണം എം.ജെ. അങ്കിൾ ചെയ്തിട്ടുള്ള മഴപ്പാട്ടുകളെല്ലാം ഹിറ്റാണ്. ഈ പാട്ടായാലും, മഴയേ തൂമഴയായാലും, രാക്കിളി തന്നെ ആയാലും, ജൂണിലെ നിലാമഴയായാലും എല്ലാ പാട്ടും എന്നതിന്റെ മൊയ്തീനിലെ പാട്ട് അതൊക്കെ ഹിറ്റാണ്. ആദ്യം ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുന്നത് കൊണ്ട് അപ്പൊ അങ്ങനെ മഴപ്പാട്ട് ഇത്ര നന്നായി ചെയ്യുന്നതാണോ? അതെയോ മഴ ഭയങ്കര ഇഷ്ടമാണ്? എന്താ അതിന്റെ സീക്രട്ട്? ഈ പാട്ടുകളൊന്നും എഴുതിയത് ഞാനല്ല, ചെയ്യുന്നത് എം.ജെ. അങ്കിളാണല്ലോ. ഞാനൊരു ഈണമല്ലേ ചെയ്തുള്ളൂ. അതെ അത് എഴുതിയത് ഞാനല്ലല്ലോ. അതെ, പക്ഷെ അപ്പൊ മഴ എന്നുള്ള വാക്ക് അതിൽ വന്നതാണ്, അത് ഞാൻ വിചാരിച്ചിട്ട് വന്നതല്ല. പക്ഷെ മഴയെ തൂമഴ എന്നുള്ളത് ഞാൻ വെറുതെ ഡമ്മി പാടിയപ്പോ തന്നെ മഴയെ തൂമഴയെന്ന് തന്നെ പാടിയത്. ഓ, എം.ജെ. അങ്കിൾ അങ്ങനെ പാടിയപ്പോ തന്നെ മഴയെ തൂമഴയെന്നാണ് പാടിയത്. ഓക്കെ. അതൊരു മഴയത്ത് അങ്ങനെ അഴകപ്പൻ ചേട്ടൻ അങ്ങനെ പറഞ്ഞിരുന്നു, അങ്ങനെയാണ് എന്നുള്ളത്. ഇതിപ്പോ ഒരു മഴ ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഏതോ രാത്രി മഴ മോളി വരും പാട്ട് എന്ന ആ പാട്ടിനെ കുറിച്ച് ആ ട്യൂൺ കേട്ടപ്പോ ഗിരീഷേട്ടന് തോന്നിയതാണ് എഴുതിയത്. അപ്പൊ മനസ്സിൽ മഴ ഇല്ലായിരുന്നു, മനസ്സിൽ മഴയില്ലായിരുന്നു. ജൂണിലെ നിലാമഴയുടെ കഥ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ മഴ കൊണ്ടൊന്നുമല്ല, വേറൊരു പാട്ട് അതിൽ നിന്ന് വന്നതാണ് അല്ലെ. രാക്കിളിതൻ വഴിമറയും നോവിൻ പെരുമഴക്കാലം എന്നുള്ളത് റഫീഖ് എഴുതി തന്ന ലിറിക്സ് ആണ്. ട്യൂൺ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും ആ ലിറിക്കും കൂടെ ചേർത്തിട്ടാണ് അത് ഈണം ചെയ്തിരിക്കുന്നത്. അത് ഒരു പെരുമഴക്കാലം തന്നെയാണല്ലോ ആ സിനിമയുടെ പേര്. അപ്പൊ എന്തായാലും മഴ അതിനകത്ത് വരാതിരിക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ പല മഴത്തുള്ളി പളുങ്കുകൾ എന്നുള്ള പാട്ട് ഒ.എൻ.വി. സാർ എഴുതിയപ്പോ അത് മഴത്തുള്ളി എന്നുള്ളത് എന്റെ മനസ്സിൽ ഇല്ലാത്ത കാര്യമാണ്. പക്ഷെ ഒ.എൻ.വി. സാർ എഴുതിയപ്പോ അത് രസമുണ്ടായിരുന്നു. അപ്പൊ പലപ്പോഴും മഴ എന്നുള്ളത് ഞാൻ വിളിക്കാതെ വന്ന എന്റെ കൂട്ടുകാരനാണ്, വളരെ അടുത്ത കൂട്ടുകാരനാണ്, ബെസ്റ്റ് ഫ്രണ്ട് ആണ്. അതെ അതെ. ഈ പാട്ട് പിന്നെ ഒരു ഇമോഷണൽ മഴയാണ്. ഇതുപോലെ തന്നെ ഇമോഷണൽ ആക്കുന്ന ഒരു പാട്ടല്ലേ അമ്മ മഴക്കാര? ആ പാട്ടിന്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയോ? അമ്മ മഴക്കാർ എന്ന് പറയുന്നത് നമ്മൾ എറണാകുളത്താണ്, കാക്കനാട് ആണ് അതിന്റെ ഒരു ഹോട്ടലിലാണ് നമ്മൾ കമ്പോസ് ചെയ്തത്. അപ്പൊ നമ്മളിത് പാട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഗിരീഷേട്ടൻ പറഞ്ഞു, എടേ എനിക്ക് ബോറടിക്കുന്നത്, വെളിയിലോട്ട് പോവാം എന്ന് പറഞ്ഞു. അപ്പോൾ മറൈൻ ഡ്രൈവിലോട്ട് ഞാൻ ഇങ്ങനെ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവാണ്. അപ്പൊ ആ സമയത്ത് ഗിരീഷേട്ടൻ സൈഡിലിരുന്ന് പറഞ്ഞു, അമ്മയെ ഒരു മഴക്കാറായിട്ട് കണ്ട എങ്ങനെ ഉണ്ടാവും? ഞാൻ പറഞ്ഞു അതൊരു നല്ല കോൺസെപ്റ്റ് ആണ്. മീനുട്ടി പറഞ്ഞ പോലെ ഞാൻ മഴയെ വിളിച്ചു വരുത്തിയതല്ല. ഗിരീഷേട്ടൻ അങ്ങനെ പറഞ്ഞു. അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൽ കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു, ആകാശവും ചന്ദ്രനെയൊക്കെ നോക്കി ഇങ്ങനെ നടന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിൽ വന്നപ്പോൾ ഉടനെ ഗിരീഷേട്ടൻ പറഞ്ഞു, അമ്മ മഴക്കാരന് കണ്ണും നിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞൊന്ന് എഴുതു എന്ന് പറയാം. അപ്പൊ ഗിരീഷേട്ടൻ എപ്പോഴും എനിക്ക് പറഞ്ഞു തരാറാണ്, അല്ല ഗിരീഷേട്ടൻ എഴുതാറില്ല, ഞാനാണ് എഴുതിയെടുക്കുക. അപ്പൊ ഞാൻ ഈ പഴയ കാലത്തെ റൈറ്ററെ പോലെ പറയുന്നു, ഞാൻ എഴുതുന്നു, പറയുന്നു, എഴുതുന്നു, അങ്ങനെയാണ്. അപ്പൊ അവസാനം ഗിരീഷേട്ടൻ അങ്ങോട്ട് എടുക്കുക എന്ന് പറയും, അപ്പോഴത്തേക്കും ഒരു സിഗ്നേച്ചർ ഗിരീഷ് പുത്തഞ്ചേരി താഴെ എഴുതും. അപ്പൊ അങ്ങനെ ഗിരീഷേട്ടൻ എഴുതിയ പാട്ടുകളെല്ലാം അമ്മ മഴക്കാർ ഉൾപ്പെടെ എല്ലാം എന്റെ കൈപ്പടയിലാണുള്ളത്. അതിൽ അവസാനം ഗിരീഷ് പുത്തഞ്ചേരി എന്ന് എഴുതിയിട്ടുണ്ടാവും. അങ്ങനെയാണ് ഗിരീഷേട്ടൻ. അപ്പൊ അങ്ങനെയാണ് അമ്മ മഴക്കാർ എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ളത്. ഉണ്ണിയങ്കിൾ, പുതുവെള്ളി മഴ അവിടെ ഉണ്ടൊരു മഴ, അവിടെയും മഴ. ഞാൻ മഴപ്പാട്ട് കുറെ പാടിയിട്ടുണ്ട്. യെസ്, മഴനീർ തുള്ളികള്, കുറെ പാട്ടുകൾ മഴയുടെ ഉണ്ട്.